ആരാധിക്കാൻ അവസരം യഹോവയെ സംബന്ധിച്ച് രാജ്യത്തിൽ പറയുന്നതുപോലെ സംഭവിച്ചൊരു തീർച്ചയായും ഒരു വിടുതൽ അതേപോലെ വിശ്വാസമുള്ള രക്ഷപ്പെട്ട് ജീവിതാതിരിച്ചെന്ന ചൂട് കൂടിയപ്പോ ഒരു അണലിയാണ്. ആ അണലി ആരുടെ കൂടി എല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു സ്ഥലത്താണ് അണലിയാണ്. എല്ലാവർക്കും വരാൻ പറ്റില്ല. മുമ്പ് നിൽക്കുന്നവർക്ക് വരാൻ പറ്റില്ല. എന്നാൽ അകത്ത് കൊണ്ടുപോയിട്ട് ഓരോസ് ആ നെറ്റിനെയും ഒന്നും സംഭവിച്ചില്ല. സ്വന്തം പറയാൻ നമ്മുടെ പരിശുദ്ധാത്മതി നമ്മുടെ മധ്യ കത്തിയാൽ ഉരുകേണ്ട വിഷയങ്ങളിൽ ഉരുക്കുവാനിടയാകും. ഒരു തകർന്ന വിഷയങ്ങൾ കരിയുന്ന വിഷയങ്ങൾ ഉരുട്ടുമാറുവാനിടയാകും. വിശ്വാസത്തോടെ വീട്ടാണെങ്കിലും ഞാൻ വളരെ ഞാൻ പറയാൻ കാര്യം ഇതിന്റെ സ്തുതിക്കുന്ന പാടി പാടുക ആരാധിച്ചാൽ വിടുതലുണ്ട് അല്ലേ? ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിച്ചില്ലെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ ബാക്കി ദൈവം വിടുതലെങ്കിൽ ദൈവത്തെ അനുകൂലമാക്കാൻ വേണ്ടി പാടാം. ദൈവത്തെ അനുകൂലമാക്കാൻ പാടാം. അനുകൂലമായ സ്വന്തം പറഞ്ഞേ സ്വന്തം കൊടുത്തിട്ടുകൊണ്ടിരിക്കണം. സ്വന്തം ആരാധിക്കാൻ വന്നത് വിടുതൽ ഭാവിക്കാണ്. ആരാധിക്കാത്ത വിടുതലുണ്ട്. സ്വന്തം അമ്മേ നിങ്ങൾക്ക് അർത്ഥമുണ്ട്. പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥമുണ്ട്. ഈ ഐതോ മാർഗത്തിന് വഴി വിശ്വാസം അവന് കുഴപ്പമുണ്ട്. സൈക്കിൾ കിട്ടുന്നു ഇറക്കം അഭിനയിച്ചു എല്ലാവരും പിടിച്ചു അടി കൊടുത്തു. പറയുന്നുണ്ട്. അവസാനം കേസായി ചോദിച്ചില്ല. ഇഷ്ടപ്പെട്ട സാക്ഷ്യം അതൊരു ജഡ്ജി ചോദിച്ചു കണ്ടവരുണ്ടോ? ജഡ്ജി ചെയ്തു. എല്ലാവരും പറയാം അവന്റെ കുറ്റമല്ല. അവൻ അവിടുത്തെ പറഞ്ഞ് മാറിക്കോ 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 എന്ന് പറഞ്ഞാൽ മക്കള് ആളെന്ന് പറഞ്ഞില്ല. മാറിക്കോ മാറിക്കോ പറഞ്ഞില്ല. അവന്റെ പ്രൈസിലോടെ മാറിക്കോ ആക്കാൻ തപ്പാൻ കഴിയും. ഇവിടെ സ്വന്തം പറയുമ്പോൾ മൈലിൽ നമ്മൾ സ്ത്രീപ്പെടുത്തി നടക്കുക. ഇവിടെ സ്വന്തം പറയുമ്പോൾ വീട്ടിൽ സ്ത്രീപ്പെടുത്തി നടക്കുക. ഏഴാമത്തെ വാക്യം വായിക്കും. 37 വാക്യം. 37 യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്നും ഇത് നിനക്കൊരു അടയാളമായി. അമ്മേ സ്വന്തം സ്വന്തം ഒരു അടയാളം പകരം ആരാധിക്കാൻ ഉണ്ടെങ്കിൽ എന്തുകൂടെ പോവും? അടയാളം കൂടെ പോവും. എന്തിന്റെ അടയാളം? ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ ഒരു അടയാളം. വിശ്വാസമുള്ള സ്വന്തം പറഞ്ഞ സ്വന്തം ദൈവം പ്രവർത്തിക്കുന്നതിന്റെ അടയാളമുള്ള സ്വന്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം പ്രവർത്തിക്കുന്ന അടയാളത്തിന് കാണിക്കുന്ന സ്വന്തം ഈ ഭാരത വിഷയത്തിൽ കരുതൽ വിഷയത്തിൽ കഴിഞ്ഞ രാത്രി കരുതൽ വിഷയത്തിൽ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി വർഷങ്ങളായി വർഷങ്ങളായി ഭാരത വിഷയത്തിൽ പരിശുദ്ധാത്മാ ശക്തമായി വിളിച്ചു പറയാം. നിന്നോട് പറഞ്ഞ വാക്കുകൾ നിറവേറ്റുന്നതിന്റെ അടയാളം ഈ സമാജത്തിൽ റിലീസ് ചെയ്യാൻ
മരിക്കത്തക്ക രോഗം ഉപകരണവും പോലെ ഒരു പ്രവാചകൻ കേട്ടിരുന്നു പറഞ്ഞു, ഇസ്കിയാവെ മരിക്കാൻ പോവാം. അത് കേട്ടപ്പോൾ വിളിച്ചു മരിക്കാൻ പോവാ കാര്യങ്ങളൊക്കെ പ്രവാചകൻ ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ മുഖം ഭിത്തിയുടെ നേരെ വെച്ചോണ്ട് ഒറ്റ പ്രാർത്ഥന. കേട്ട വാർത്ത വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. സ്വന്തം വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായെങ്കിലും മുഖം ഭിത്തിയെ വെച്ചോണ്ട് ഒറ്റ പ്രാർത്ഥന. സ്വന്തം അവൻ എല്ലാ വാർത്ത വാചകം അയ്യോ ഗോവേ വിശ്വസതയോടും ഞാൻ നടന്നവനാ, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തവനാ. എന്റെ ദൈവം അതൊന്ന് ഓർക്കണേ. ഇന്ന് ഫലക്കാലം ദൈവത്തിന് ഓർക്കാൻ ഉണ്ടെങ്കിലേ ദൈവം ഇരിക്കുന്നു. ദൈവത്തിന് ഓർക്കാൻ ചിലത് വേണം. ഈ മഴയെ താമസം സഹിച്ച് ആരാധന ഇരുന്നവർക്ക് ഓർമ്മോ ഓർത്ത് സ്വന്തം അവേ മുഖം കിട്ടിയ പ്രാർത്ഥിച്ച് സ്വന്തം എന്നെ ഒന്ന് ഓർക്കണമേ. എന്നാ സംഭവിച്ചു ഏറ്റവും കരഞ്ഞു. കരയാത്ത ചെല്ലെ കരയിപ്പിക്കാൻ അറിയാം. എന്താ കരച്ചില്ല പോയി എന്താ അല്ലോ ദൂതന ദൈവം പോകുന്നു. ഇതിനോട് വെച്ച് കരഞ്ഞു. ഒറ്റ കരച്ച് ഒറ്റ പ്രാർത്ഥന. ഞാൻ അങ്ങനെ പറയും, ഒറ്റ കരച്ചിലും ഒറ്റ പ്രാർത്ഥന. ഞാൻ എന്റെ ഭാഷ പറയാം. പിന്നെ പറയാമോ വേണ്ടി വയ്യോ ഒന്നാം വരികയോ എനിക്ക് അടുത്ത 15 വർഷത്തെ സന്തോഷിച്ചില്ലേ സ്വന്തം ആണെങ്കിൽ ഞാൻ ഇതിനിടയ്ക്കില്ല ഒറ്റക്കല്ലും ഒറ്റ ഒറ്റക്കല്ലിലും ഒറ്റ പ്രാർത്ഥനയും സ്വന്തം അങ്ങനെയെങ്കിൽ ഒറ്റക്കരത്തിലും ഒറ്റ പ്രാർത്ഥനയ്ക്കും ഇന്ന് സാഹിത്യ രാജാവെങ്കിൽ സ്വന്തം സുനിതാപ്പെടുന്നതോ ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒറ്റ കരത്തിന് പ്രാർത്ഥനയ്ക്ക് സിറ്റുവേഷൻ മാറ്റി വയ്ക്കാൻ കഴിയുമെങ്കിൽ ഈ രാജാവിന്റെ ഭക്തരെ ദൈവത്തിന് വേണ്ടത് നീ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന സ്വന്തമെത്തി ദൈവം ആരാധന പോവാ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. അതിന് പ്രാർത്ഥനയ്ക്ക് ദൈവമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അനുഭവം സ്വന്തം പറ. പ്രാർത്ഥന വരവിലോ ഞാൻ പറയാൻ പറ്റില്ല. 3 ടൈപ്പ് പ്രാർത്ഥനയുണ്ട്. വീട്ടിലായാലും ഏതിലായാലും അപകാരത്തിലായാലും ആളുകൾ 3 ടൈപ്പ് പ്രാർത്ഥന. ഒന്ന് സന്ധ്യയായാലും പാട്ട് പാടിയാലും തന്നെ ഒരു പാട്ട് പാടിയോ ഒരു വില പറഞ്ഞത് ദൈവം ആശ്രയിച്ച് അവൻ വഴികളെ ആരെ കാണിക്കാൻ അതേ കിട്ടിയാൽ അതാണ് ഗവൺമെന്റ് അത് വലിയ വെയിക്കുന്ന ദൈവമുണ്ടാണ് വഴി പാടിയായിരുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന 15 മണി കഴിഞ്ഞ് രാവിലെയായി 10 മണി
കർത്താവേ അങ്ങനെയെല്ലാം നാളെ സഹായിക്കണേ, ഞാൻ എല്ലാം അറിയുന്നു. ഇത് പ്രാർത്ഥന ദൈവനാമത്തില്ല. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന പറയുന്നത് തന്ന ഉപകാരത്തിന് സ്തോത്രം ചെയ്യാതെ അടുത്തതിന്റെ ഇഷ്ടത്തിന്റെ ലോകത്തോട് സ്വന്തം കുടുംബമായി എല്ലാവരും ഒഴിവാക്കി ദിവസത്തിന്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥന പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥന. അത് സ്വന്തം എല്ലാവർക്കും പ്രാർത്ഥന കഴിവില്ല. ഹൃദയയോട് എനിക്കറിയാം. അയ്യോ എല്ലാ ദിവസവും മക്കൾ പ്രാർത്ഥന കഴിയും. അതെന്നോ കേട്ടായിരുന്നോ കേട്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞില്ല. പ്രാർത്ഥന മുടക്കല്ലേ. വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമ്മതിക്കില്ല. വേദന വന്നാലും അതിനെ ആശ്വാസമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. വചനം വായിക്കുന്നവരെ നോക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരെ എപ്പോഴും ഞാൻ പ്രസാദമുള്ളതൊക്കെ ചെയ്തു എന്റെ മോഹനങ്ങളെ പ്രസാദം ദൈവത്തിൽ പ്രസാദമാണെങ്കിൽ കൈവിട്ട് കാര്യമാണ്. വേറെ ഹൃദയം ദിവസം നിരാതമായിട്ട് പ്രാർത്ഥിക്കാം. ആരാധനയാണ് കടന്നുകൊണ്ടുള്ള ഭാഷ. ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കും. സ്വന്തം മാറ്റില്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നില്ല. സ്വന്തം മനസ്സിലാക്കാൻ എന്ന് വരുമായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ടോ അറിയാം. ദൈവശക്തി ദൈവശക്തി വചനവും 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 അറിയുന്നതേ ഏതാ ചെയ്യുന്നറിയോ? എന്ന് പറയും ഏതാ ശരി അറിയാമെന്ന് കണക്കില്ല. ഒറ്റ ഒന്നേ ശരിയുള്ളൂ. ശരി ഒന്നേ ഉള്ളൂ. വിശ്വാസം പറഞ്ഞേ ശരിയായ മാർഗത്തിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നീതികളെ ആയതേ ഞാൻ ഈ വാർത്ത പറയുന്നത് മനസ്സിലാവില്ലേ? ഈ സമയ പ്രശ്നമുണ്ടായി. രണ്ടു പൈസ ആദ്യത്തെ ഒരു വായനയും 5 മാസത്തിൽ ഭാഷ ഈ സഭയുടെ തുടക്കമാണ് ഞങ്ങൾ പറഞ്ഞല്ലേ ഭാഷിച്ചു. ഞങ്ങളോട് ഭാഷിക്കാം. ഭാഷ നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ പോകുന്നുണ്ട്. അവരറിയും പത്ത് പോകും. പക്ഷെ പാടാൻ ആരാധിക്കാൻ ചില കാര്യങ്ങളാണ് ഞങ്ങളല്ലേ അന്യകാര്യങ്ങളല്ലേ ഭാഷ ഇങ്ങോട്ട് നമുക്ക് ഇത് രണ്ടു ഭാഷ വായിക്കില്ല. അവരെല്ലാവരും ഭാഷ വായിക്കില്ല. ചെയ്യാം. അവരെയും പറഞ്ഞിരിക്കുക, വീടും പറഞ്ഞിരിക്കുക. ഏതാ യഥാർത്ഥം അവരുടെ ഭാഷ ഏതാ ശരിയും അതേപോലെ ശരിയായ മാർഗത്തിൽ നീങ്ങെ പ്രാർത്ഥിച്ച് ദൈവത്തെ കേട്ടാൽ ഇങ്ങോട്ട് പോയാൽ വിശ്വാസത്തിന്റെ ഇസ്ലാമോട് പറഞ്ഞ അടയാളം സൂര്യകാര്യത്തിന്റെ 15 സംവത്സരം നീട്ടി തന്നു. നീട്ടി തരാൻ അറിയാം. വെട്ടിച്ചുറിക്കാൻ അറിയാം. അല്ലേ എനിക്ക് തരാനറിയാം. കേട്ടോ ഉള്ളക്കാരുടെ ഒന്നും മതി. ഒന്നല്ല ഇപ്പൊ ഒരു അറിയാത്തൊന്നും മാറ്റി അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് ദൈവത്തിന്റെ അടുത്തുനിന്ന് ഒരടയാളം കിട്ടണം. ഒരു സ്വന്തം മതി. സ്വന്തത്തെ കുഞ്ഞിനെ കുറിച്ച് അടയാളം കിട്ടണം. എന്റെ കുഞ്ഞിന്റെ പഠിത്തത്തെ കുറിച്ച് അടയാളം കിട്ടണം. ഞങ്ങളുടെ വീടിനെ കുറിച്ച് അടയാളം കിട്ടണം. എന്റെ ഭർത്താവിനെ കുറിച്ച് അടയാളം കിട്ടണം. ഞങ്ങളുടെ ഭവനെ കുറിച്ച് അടയാളം കിട്ടണം. ഞങ്ങളുടെ സഭയെ കുറിച്ച് അടയാളം കിട്ടണം. അത് മാത്രം അടയാളം
10 പടി പിന്നോട്ട് തിരിക്കുമാറാക്കും. ഞാൻ ഇത് പറയാം. സ്വന്തം ചിലരൊക്കെ തിരിഞ്ഞു വരാൻ തിരിയുന്നേ. സ്വന്തം പറഞ്ഞാട്ടെ, തിരിയുന്നല്ലോ പറഞ്ഞാൽ തിരിയും. ചിലരുടെ മനസ്സ് തിരിയും. സ്വന്തം ഈ സുഖം തിരിച്ചു വരും. ദൈവത്തിന് സഹായിച്ച് തിരിക്കാൻ കഴിയും. തിരിയുമാറാക്കും. അത് അത് മാറി. ഏത് മാറി? രോഗം മാറി. ഒരു സ്വന്തം പറ. ഒരു നാലാഴ്ച വരോ ചിലത് മാറി. ഓരോ വർഷം തന്നെ മാറിയിട്ട പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുവാൻ വെല്ലുവിളിക്കുന്ന ആ അവസ്ഥ മാറിപ്പോകുമ്പോ വിശ്വാസത്തെ വർദ്ധിക്കോ. ഒരു തവണയല്ല പലതവണ തകർത്തുകളെ ചത്തു വെല്ലുവിളിച്ച സ്ഥാനങ്ങൾ എന്റെ ഉള്ളം കയ്യിൽ താങ്ങിയ അവസരങ്ങളെ ഒരു അവസരം ആദ്യം സാക്ഷി പറഞ്ഞു. കാരണം അമനാഥകന അനേക അവസരങ്ങളിൽ ഞാൻ പുതിയ സൂക്ഷിച്ചു. മൗലിമന രോഗത്തിന്റെ കെടുതികൾ ഭവനത്തിനകത്ത് വരുത്തുവാൻ ശത്രു മാറി മാറി കാറ്റടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഇസ്കിയാവിന് വേണ്ടി ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചെങ്കിൽ ഉടമന കർമ്മ രഗതകൾ 2024 ആശ്വാസത്തിന്റെ വർഷമെന്ന് സഭയെ സാക്ഷി പറയത്തക്കവണ്ണം 2024 എന്റെ കുടുംബത്തിന്റെ ഒരു ആശ്വാസത്തിന്റെ വർഷമെന്ന് സാക്ഷി പറയത്തക്കവണ്ണം ചില അപൂർവ വിടുതലുകൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഉടമന കർമ്മരാജ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുമേൽ ഞാൻ കണ്ടും കണ്ടു തിരിക്കുന്നത് പോലെ ഡിസോർഡറായി കിടക്കുന്ന കാര്യങ്ങൾ ഓർഡറായി വരുന്നത് പോലെ ചില കാര്യങ്ങളെ ഞാൻ ക്രമീകരിച്ച് അത് ഭിന്നത്തിന് സാക്ഷ്യമായി അനേക മുമ്പിൽ പറയത്തക്കവണ്ണം ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നടന്ന് ആരാധിക്ക് വരുന്നതിന് സ്വന്തം പറയണം കേട്ടോ. സുമനാമനമന മനകരുക നടന്ന് ആരാധിക്ക് വരുന്നതിന് സ്വന്തം പറയണം. സുഖാരമനവ യേശുവിന്റെ നാമത്തിൽ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ പ്രാർത്ഥന മാറും. സിനിമാർ മാറോ? ഒറ്റ പ്രാർത്ഥന സിനിമാർ നമുക്കറിയാം. എല്ലാ കാര്യങ്ങളും ഓർത്തു അടുത്ത് പോകണം. പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ വരൂ. ഞാനില്ലായിരുന്നു. ഒരു വിധവ കാര്യങ്ങളോടും എന്റെ പ്രതിയോഗിയോട് ഒരു പ്രതിയോഗിയുണ്ടല്ലേ ഉണ്ടോ? എനിക്ക് പ്രതിയുണ്ടോ? എല്ലാവരും പ്രതിയോഗി എന്ന് പറഞ്ഞാലാണ് ഞാൻ ആ പാസ് പറഞ്ഞോ ഞാൻ ചെയ്യുന്നു. അതൊന്നും ചെയ്യുന്നില്ല. എന്നെ കൂടെ ജോലി നോക്കുമ്പോഴേ നമുക്ക് പോരാട്ടോ. ഇതൊന്നും ഒരു പോരാട്ടമല്ല കേട്ടോ. സ്വന്തം വീട്ടിലെ മോളിൽ വിശ്വാസിയായ കാര്യം മതി. താഴെ വിശ്വാസമില്ല. അവർ ആവശ്യപ്പെട്ട ആരാധിക്കും. ശക്തമായ ആരാധന രണ്ടുപേരും നല്ല ആരാധിക്കുന്നതാണ് ആരാധന. മന്ത്രവാദി പോയാൽ പോയാൽ 25,000 വേണം, 10,000 വേണം, 50,000 വേണം. 25,000 പുറകെ പോകുന്നത്. ഇങ്ങനെ കൊടുത്താൽ കാണും. ശരിയാണ്. കുറ്റിയാണല്ലോ സ്കൂട്ടിലെ വൈകുമ്പോൾ വായിക്കുന്ന കാലത്ത് രാത്രി ഉറങ്ങുന്ന ദൈവം ഉപയോഗിക്കുന്നത്
കടന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെ പോലെ ദൈവം പോയി ഇതെന്താ അമ്മയായിരുന്നു അന്നേരം എത്ര ദിവസം അതുകൊണ്ട് വിളിക്കുന്നു. അത് കഴിവില്ല കഴിവില്ല പറയുന്നില്ല. അതാണെങ്കിൽ അമ്മയുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു ദൈവത്തെ ആരാധിക്കുന്നതിനെ ഒരു ശബ്ദം പറഞ്ഞില്ല. ഒരു പ്രതിയോഗിയും നിനക്ക് ഇല്ല. അങ്ങനെയുള്ള ദേശത്തെ വേറെ ഇങ്ങനെ ഒരു പ്രതിയോഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യത്തെ വീട്ടിൽ നീയേൽപ്പിക്കുക സ്വദേശി ആദ്യത്തെ നിരാശയുടെ കരുത്തിന്റെ ശബ്ദം വിടുവാൻ ശബ്ദ പദ്ധതിയുടെ സ്ഥാനത്ത് പ്രാർത്ഥിച്ചോടത്തെ ആദ്യത്തെ നിറവേറ്റുവാൻ ശബ്ദ പദ്ധതിയുടെ സ്ഥാനത്ത് ശബ്ദ പദ്ധതിയിലേക്ക് പോകുമ്പോൾ ആരാധന ശബ്ദം മാത്രമേ പോകാൻ നിങ്ങളുടെ ശബ്ദം ആരാധന ശബ്ദം സാക്ഷിയോ ദൈവത്തെ വിളിക്കുന്ന സൗണ്ടും പ്രതിക്രിയ നടത്തി രക്ഷിക്കാന്ന് പറഞ്ഞാൽ ഏതോ ക്രിയ ചെയ്തേന്ന് വന്നില്ലേ അല്ലെ? യോഗിയോട് ഏതോ ക്രിയ ആ പ്രതിക്രിയ ചെയ്ത് കുറെ കാലത്തെ വളരെ മനസ്സില്ലാതിരുന്നാൽ ഇതോ എന്നെ അസഹ്യപ്പെടുത്തുന്നു. ഞാൻ അവരെ പ്രതിക്ക് വേണ്ടി രക്ഷിക്കും. അവൻ അല്ലെങ്കിൽ അവന്റെ മനസ്സ് മാറി തീരുമാനം മാറി തിരിയോ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഉദാഹരണമല്ലാൽ പ്രാർത്ഥിച്ചുകൊണ്ടാൽ തീരുമാനം മാറ്റിക്കും. പ്രാർത്ഥനയ്ക്ക് തീരുമാനം മാറ്റാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് തീരുമാനം മാറ്റിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് തീരുമാനം മാറ്റാൻ പറ്റും. നമുക്കറിയാം അഞ്ചാം വാക്യം 15-ാം വാക്യം 16-ാം വാക്യം ഒന്ന് സംഭവിച്ചു. ഗർഭമാണ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്രതിയോഗിയുണ്ട്. യഹോവ അടച്ചതാ, പക്ഷെ പ്രതിയോഗിയുണ്ട്. പ്രതിയോടെ പുഷിപ്പിക്കും. പുഷിപ്പിക്കാൻ പറഞ്ഞാ അല്ലേ? എപ്പോഴാ ആദ്യത്തിൽ പോകുന്ന സമയത്തല്ല നേരത്തെ ഇവരെ ചിന്തിച്ചോളാം. പള്ളിയിലോട്ട് പോകുമ്പോൾ ആരാധന വേറെടുത്ത് പോകുമ്പോ ആരാധന കാര്യം ശരിയായില്ലേ? ഇല്ല ഇല്ല
പ്രാർത്ഥന പറഞ്ഞാൽ എന്താ ചോദ്യം കേട്ടിട്ട് മുഷിഞ്ഞ ഹൃദയമാണ് അന്നാളുടെ ഹൃദയം. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചെന്ന് പറയുന്നതാണ് ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ. രണ്ടാമത്തെ ഹൃദയം മനോവ്യസനമുള്ള ഹൃദയം. ഇത് പറഞ്ഞാൽ വിളിക്കുന്നു മനോവ്യസനമുള്ള ഹൃദയം. ആരോട് പറയാതെ ഉള്ളി കരയുന്ന വിഷയം. സണ്ടേ 3 പകരുന്ന ഹൃദയം, മുഷിഞ്ഞ ഹൃദയം, മനോവ്യസനമുള്ളത് ദൈവസന്നിധി മാത്രം പകരാൻ തുടങ്ങി. ഈ ഓർക്കാലം ഹൃദയം പകരാൻ വിടുതലാട്ടോ. ഹൃദയം പകരാൻ വിടുതല. ഏതെങ്കിലും പറഞ്ഞ കാര്യം അപ്പുറത്തും പോയി പറഞ്ഞിട്ട് മറന്നു പറഞ്ഞിട്ട് അടുത്ത കാര്യമില്ല. ആ പകരാൻ ദൈവസന്നിധി പകരണം. ഇനി ഹൃദയം പകരണം. ഹൃദയം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ തരാൻ പോവാം. പോലെ മാറ്റമാണ്. ഇന്ന് ആരാധന കഴിയുമ്പോൾ ഇതുവരെ ഈ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നു. അടയാള അടുത്ത ദിവസം ഫോൺ കൊണ്ട് വരാൻ പോകാം. വരുമോ ആ സമയം പ്രാർത്ഥിക്കേണ്ട സമയമല്ല. കാരണം 12-ാമത്തെ 1-ാമത്തെ വരുന്നത് എല്ലാം എടുത്തിരിക്കും. ആദ്യം ആളുണ്ട് രാത്രി ദിവസം പ്രാർത്ഥിക്കും. യാതൊരു വാക്കുകളിൽ പ്രാർത്ഥിക്കാം. എത്രയോ റിലീസ് എല്ലാം കൊണ്ടുണ്ടായി. ദൈവത്തിലിരുമ്പോൾ രാത്രിവാസം അങ്ങനെ പറഞ്ഞത് നമ്മൾ അതുവെച്ച് പ്രാർത്ഥിക്കാം. പിന്നെ പ്രാർത്ഥിക്കാൻ കൂടെയല്ല സഭ. അങ്ങനൊരു സഭ സഭയോട് പ്രാർത്ഥിച്ചു. സാഹചര്യം മുഴുവൻ മൊത്തമാണ്. ഒരു സാഹചര്യമില്ല. ഒരു കമ്മീഷൻ കിട്ടുന്നില്ല. സ്വന്തം പൈസ ഇല്ല. എന്തൊക്കെ വീടില്ല. സത്യയോട് പറഞ്ഞു. പ്രാർത്ഥന വീടിനവിടെ അനുഭവം ഒന്നാം കാവൽ 2-ാം കാവൽ ഒക്കെ കടന്ന് ഇരുവാലും അയൽക്കി 1-ാം കാവൽ 2-ാം കാവൽ പോകുന്നു. പക്ഷെ ഇരുമ്പുവാതിൽ ദൈവം അങ്ങനെ തുറന്ന് വീട്ടിൽ വന്ന് പൊട്ടി അല്ലെങ്കിൽ അകത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി പുറത്ത് പൊട്ടിയോ അകത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി അകത്ത് പ്രാർത്ഥിക്കുന്ന പുറത്ത് പൊട്ടിയോ ഇവിടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഇമെയിൽ വരും. സ്വന്തം ഇമെയിൽ വരും. ടെലിഫോൺ വരും. വിശ്വാസത്തോടെ സ്വന്തം പറഞ്ഞേ അല്ല ദൈവത്തിന് അറിയാം. ണ്ടോ വാസ്തേ നമ്മുടെ ആരാധനകളുടെ ഈ സൈഡിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച സഹോദരി ഞാനാ ഈ മോന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ഈ കാര്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. സ്വന്തം അത് നടന്നു. അത് നടന്നു. ആദ്യം പറയാൻ ആരോട് സ്വന്തം ഈ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഈ ലോകത്തെ മുഴുവൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. അത് നടത്തി തന്നു. സ്വന്തം 2-ാമത്തെ 1-ാമത്തെ എന്താ ആനന്ദ ഹൃദയം, മുഷിഞ്ഞ ഹൃദയം, മനോവശമുള്ള ഹൃദയം, പകർന്ന ഹൃദയം മാറ്റി മാറ്റി ആനന്ദ ഹൃദയം. കർത്താവേ ഈ ആരാധനയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ലഭിക്കണമേ. ആനന്ദ തരണമേ.
ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കർത്താവേ പ്രവർത്തിക്കുമ്പോൾ ഒരു ആനന്ദം തരണമേ. അവളുടെ സ്വന്തം സാക്ഷ്യം ആനന്ദം ദൈവമാണ്. അടയാളം നമ്മുടെ വീടാണ് ഏറ്റവും ആരുടെ വീടാണ് വീട് വീട്ടിൽ ആഗ്രഹമാണ് അല്ലേ? രണ്ടാം തീയതി ഇവിടെയോ ആരെ വിളിച്ചു യേശുവിനെ വിളിച്ചിരിക്കുമ്പോൾ യേശു കല്യാണത്തിൽ വരണം. ഈ കല്യാണം ഞാൻ വന്നാൽ 12 വരെ വിളിക്കും. എന്നെ വിളിച്ചാൽ 12 വരെ വിളിക്കും. 13 വിളിക്കും. 13 വിളിക്കും. എന്നെ കാണാം. ആ പോട്ടെ 12 പോട്ടെ ഇഷ്ടപ്പെട്ടല്ലേ അല്ലേ? ബിരിയാണിക്ക് 40 500 അങ്ങനെ ഉള്ളിൽ കണക്കൂട്ടില്ല. പക്ഷെ കണക്കൂട്ടി വീട് അതെ തെറ്റി. കണക്കൂട്ടുന്ന വീട് തെറ്റി. നിന്റെ കണക്കൂട്ട് നിന്റെ കണക്കൂട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവ് കണക്കൂട്ട് തെറ്റി, പ്ലാൻ തെറ്റി. അപ്രതീക്ഷിതമായ സംഭവം അതുകൂടി അവിടെ വീട് ചായച്ചിന് ചെയ്തോ ചായച്ചിന് ചെയ്തോ ആ മനുഷ്യൻ ഞാൻ വീട്ടിലില്ല. ടെൻഷൻ പിടിച്ചെടുക്കുക ആൾക്കാർ പറയാം. ഞാൻ നമുക്ക് നിരീക്ഷിക്കാൻ ആൾക്കാർ ചോദ്യത്തോട് ചോദിച്ചില്ലാതെ ആകെ അപ്രീഷമായ സംഭവങ്ങൾ നല്ല വില പോയോ നിരാശമാണ്. 2 യുദ്ധങ്ങൾ കാഴ്ചക്കാരമാകും കൂടാതെ അവരൊക്കെ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ മിച്ചം നമ്മളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ യേശുവിനെ വിളിച്ചു പ്രാർത്ഥന നടത്തി. യേശുവുണ്ട്, ശിശുമാരുണ്ട്, നിന്റെ വീട്ടിൽ ഒന്നുമില്ല. നിങ്ങളുടെ വേണ്ടി എപ്പോഴും പ്രാർത്ഥനയാ, നിങ്ങളുടെ ഒന്നുമില്ല. ഇത്തരം പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ശിശുമാരുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വേണ്ടത് പരിഹസിക്കുന്നത്. പരിഹരിക്കുന്ന യേശുവിനെ കല്യാണത്തെ വിളിച്ചിട്ടുണ്ടായി. നിന്റെ വിശുദ്ധത്തിൽ പരിഹരിക്കുന്ന യേശുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുന്ന യേശുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത്ഭുതം പറയാമോ? വിശ്വാസത്തോടെ സ്വന്തപ്പെടാം. പരിഹരിക്കുന്ന യേശുവിനെ വിളിച്ചിട്ടുണ്ടായി. യേശുവിൽ അങ്ങനെയാണ് യേശു. അല്ലെങ്കിൽ യേശു നേരെ അങ്ങനെ യേശു കിടക്കത് പോവാതെ പലവരെ പോയിരുന്നെങ്കിൽ പിന്നെ പറയാൻ വിളിച്ചു വൈകിട്ട് കണക്ക് പലവരെ പറയാം യേശു ഞങ്ങളുടെ ആ വിദ്യാർത്ഥി വളരെ കാലം പോകും അങ്ങനെ നീ എന്നെ സഹായിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കുന്നു പറയാനില്ല. ദൈവം സഹായിച്ചു പറയാറുണ്ട്. ആ സഹോദരൻ സഹായിക്കാതെ നോക്കണം. അവരെന്നെ സഹായിക്കാതെ നോക്കം പറ. അവര് സഹായിക്കോട്ട് നോക്കം പറ. അവര് യേശുവിനെ സഹായിച്ചാൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കേ. യേശുവിനെ സഹായിച്ചാൽ ആത്മാക്കളായി പ്രാർത്ഥിച്ചേ.
ആരുടെ കണ്ടെത്തി ഏകദേശത്ത് ആരുടെ കണ്ടെത്തി ഏത് വിഷയത്തിൽ അല്പനേരത്തേക്ക് തല കുടിക്കുമോ അതേ സ്ഥലത്ത് അതേ ആളുകൾ നോക്കിയിരിക്കുമോ അതേ വിഷയത്തിൽ തല നേരെ പിടിപ്പിക്കാൻ കഴിയുന്നത് തല നേരെ പിടിപ്പിക്കാൻ കഴിയുന്നതാണ് വിശ്വാസമുള്ള അടയാളങ്ങളുടെ അംഗമായി തന്റെ മഹത്വം വെളിപ്പെടുത്തിയോടെയാണ് യേശു ആദ്യം മഹത്വം വെളിപ്പെടുത്തിയോടാ എവിടെ വീട്ടിനകത്ത് സഭയിലല്ല വീട്ടിനകത്ത് ഒരു മഹത്വം വെളിപ്പെടുത്തിയ എന്റെ വീട്ടിനകത്ത് ഒരു മഹത്വം വെളിപ്പെടുത്തിയാൽ ആൾക്കാരറിയല്ലേ ഒരു വീട്ടിനകത്ത് ഇതിന് മഹത്വം വെളിപ്പെട്ടാൽ പോലെ സ്വന്തം വിധോ അടയാളങ്ങൾ തരുന്നതയും വരുന്നോ ഇതൊക്കെ പറഞ്ഞു യേശു അറിഞ്ഞോടാണ് പറയാ യേശു അറിഞ്ഞോന്നുള്ള കാര്യങ്ങളുണ്ട് യേശു അറിയാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങൾക്കും 3 ഉത്തരവാദികളുണ്ട് ഒന്നാര പിശാച് രണ്ടാര യേശു മൂന്നാര നമ്മള് യേശു ഉത്തരവാദിയായ വിഷയത്തിന് യേശു വരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമോ കരയിൽ രക്ഷിക്കാനൊന്നും അക്കരയ്ക്ക് നിർബന്ധിച്ചവരെ അക്കരയ്ക്ക് വിട്ടു ആര് പറഞ്ഞവരെ യേശു അതുകൊണ്ട് 4-ാം യാമത്തിൽ വൃത്തിക്ക് മുന്നിൽ വിളിച്ചോ യേശു ഉത്തരവാദിയ വിഷയത്തെ യേശു ഉപയോഗിക്കും സ്വന്തം യേശു വന്നിട്ട് കാര്യം ചെയ്താൽ വേണോ യേശു വന്നിട്ട് ചെയ്താൽ വിടുക യേശു വന്നിട്ട് ചെയ്താൽ വിടുക രണ്ട് പിശാച് സാത്താൻ 18 സംവത്സരമായി ഊഞ്ഞായ സ്ത്രീയെ ബന്ധിച്ച് എന്നിട്ട് യേശു പണിപോയി അഴിച്ചു പറ്റി നമ്മൾ ഉത്തരവാദിയ വിഷയം ഉണ്ടോ ഉണ്ടോ 40 വർഷം ഡയറി 40 വർഷം ഡയറി ജയിലിൽ പോയി ഒരു ദിവസം വിശ്വാസം ആരാധിക്കാണ് അന്യവിശ്വാസത്തിനാണ് ദിവസം കാലത്ത് പുള്ളി കുടി എലിച്ചു കുടി തോന്നി അതിൽ കുടിച്ചാൽ അന്വേഷണം പറഞ്ഞിട്ടേക്ക് കുടിച്ചു കാര്യം പറഞ്ഞു അതേ പറഞ്ഞത് മുടിയിടിച്ചു വൈകിട്ട് കുറവായിട്ട് നമ്മുടെ പ്രയറുകൾ പോരാ ചെറിയ പോരാ അപ്പോഴും പിശാച് പോരാടിക്കൊണ്ടിരിക്കുക ദിവസം സമയമായി വണ്ടിയോട് പോരാടുന്ന എല്ലാ ഇരുട്ടിലും പിശാചില്ല ഒന്നും ചെയ്തില്ല ഞാനും ഒന്നും ചെയ്തിട്ടാലേ അവനൊരു ഉത്തരവാദിയായ വിഷയത്തെ അവനെ അല്ലേ അവനൊരു ഉത്തരവാദിയായ വിഷയത്തെ അവനോ പരിഹരിക്കണം ഒരു മനുഷ്യൻ നല്ല വിളിച്ചു ചത്തു വന്നു കാളായി ഇറങ്ങോട്ട് കയറി ഞാറ് വളർന്ന് കതിരായി വന്നപ്പോ കളയും അപ്പൊ വീട്ടുകാരോട് ചോദിച്ചു എന്റെ മകനെ കല്ല് കിട്ടല്ലേ കളയ ഇങ്ങനെ വന്നു
പിന്നെ എവിടെ ഈ പോരാട്ടം ഒന്നും നമ്മൾ പ്രാർത്ഥിക്കാതെ നിർവോസല്ലേ സാക്ഷി പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ ഒന്നും അവരുടെ ഇത് ശത്രു അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ ശത്രു ചെയ്യുന്നതാണ് പിന്നെ പുള്ളിയുടെ മനുഷ്യർ ഇറങ്ങിയപ്പോൾ അതൊന്നു അന്ന് ഉറങ്ങുമ്പോൾ ശബ്ദം വരും. അതെ ഇന്ന് ഉറങ്ങുമോ ആത്മീയമായി നീ മയങ്ങിയാൽ അത് പറഞ്ഞ അച്ഛൻ ഈ അമ്മ ഒരു കുഴപ്പമാക്കുകയാണെങ്കിൽ അച്ഛൻ വളർത്തും, രണ്ടുപേരും കുഴപ്പമില്ല വളർത്തണം. എല്ലാവരും പോയി കണ്ടാൽ വിചാരിക്കും ഗോതമ്പിന്റെ കള എറിഞ്ഞിട്ട് പോകും, അത് ഞാൻ വളർന്നു എന്റെ കൈ കിട്ടാതാകുമ്പോളാ ഇന്നേ അയ്യോ ഒന്നും പറ്റില്ല. നീ ഉറങ്ങിയവരാ വിചാരിച്ചു പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ സ്വന്തം ഈ എല്ലാ വീട്ടിലും വിചാരിക്കുന്നുണ്ടോ ഉണ്ടല്ലോ? യേശുവിനെ വിചാരിക്കുന്നോ എന്നോ? മുസ്ലിം ഭാഷ യേശുവിനെ വിചാരിക്കുന്നോ? നമ്മുടെ വീട്ടിൽ വരുമോ? വരും. ചില വീട്ടിൽ അങ്ങനെ പോകും. എനിക്ക് വേണം വിചാരിപ്പോ എന്താ വിചാരിച്ചു ചിലത് വിചാരം രാവിലെ വന്നു വരുമോ? സന്തോഷമായിരുന്നു. ചിലർക്ക് വിചാരം മാസം വീട്ടിൽ ഉപയോഗിച്ച് വിഷയത്തിലോട്ട് പോകണം. ദൈവങ്ങളെ അടയാളം ലഭിക്കണമെങ്കിൽ അതിന് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ആരാധന ശരിയാകണം. ദൈവത്തിന്റെ പ്രസാദമായി തോന്നിയാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ. ഇന്നലെ ആലയത്തിന്റെ വഴിക്ക് ഒരു ഉടനെല്ലുണ്ടല്ലേ, ആലയത്തിനകത്ത് ഏത് സംഘടന വായിച്ചു ചോദിച്ചാൽ ഇന്നേ സംഘടന വായിച്ചു ആർക്കറിയാം വാദം കിടന്നുകൊണ്ടേ പുള്ളി അത് സത്യം അങ്ങനെ വിളിക്കില്ല, വിളിക്കണം. ഇത് വിളിക്കാത്ത കാര്യമില്ല. വിളിക്കണം വിളിക്കും. ഒരു സംശയം അവനെ ലഭിച്ച് സൗഖ്യമാക്കി അത് നടന്നു കൂടി ദൈവത്തെ സത്യമായിട്ടും വെള്ളി കിടക്കുന്നവർ ആലയത്തിനകത്ത് നടന്നു കൂടി ദൈവത്തെ ആരാധിക്കുക. വിശ്വാസം കൊണ്ട് സ്വന്തം മതി. സത്യം അറിഞ്ഞിട്ടും വെളിയിൽ കിടക്കുന്ന ചിലരെ അത്ഭുതം കണ്ട് അകത്ത് വരും. ഒരു സ്വന്തം വരാ സൗഖ്യം പ്രാപിച്ച അവരോട് നിന്നുകൊണ്ട് ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് എതിര് പറയാൻ പാടില്ലായിരുന്നു. ഞാനൊരു ചൂണ്ടിക്കാണിക്കാൻ ഒരു അത്ഭുതമുണ്ടെങ്കിൽ പറ, എതിര് പറയുന്നവരുടെ വായടയും. ചൂണ്ടിക്കാണിക്കാൻ ഒരു അത്ഭുതമുണ്ടെങ്കിൽ എതിര് പറയുന്നവർ വായടയും. നീ വഴിയെടുത്തിട്ട് എതിര് പറയുന്നവരോട് വായടയിൽ ഒരു അത്ഭുതം അടയാളം പോവാ. ഞാൻ പ്രവർത്തിക്കും. ദൈവ പ്രവർത്തി എന്ന് അറിയുന്ന
പിശാചിന്റെ പദ്ധതിയിലെ പ്രിയം പോലെ വിടാതെ തടഞ്ഞു വെക്കുന്ന പിശാച് ഒരു മാസം വചനം അതിവേഗം ഓടി ചില പള്ളികളുടെ വാതിൽ തുടങ്ങാൻ പോവാം, ചില പള്ളികളുടെ വാതിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോവാം, ചില വ്യക്തികൾ വിളിച്ചുകൊണ്ട് പോകുന്ന ചില ഭവനങ്ങൾ വെളിപ്പെടാൻ പോവാ. നേർവീതിയുടെ യൂസറെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സൗകര്യം കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അന്യാസോട് വിട്ടതുപോലെ ദൈവാസെ ചില വീടുകളുടെ രാജ്യത്ത് നിന്ന് ഞാൻ അയക്കാൻ പോവാ. കഴിഞ്ഞ ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങനെ ഉടമല കമ്മല കാലകർ. എന്നാൽ എതിരിന് ശക്തിയുണ്ട്, വലിയ വാദം തുറന്നുകൊള്ളു, എതിരാളുകൾ ധാരാളമുണ്ട്. അതിനുമത്തേക്ക് പ്രാർത്ഥിച്ചു മുന്നേറികളുടെ ഭവനത്തിൽ നിരാശ ശബ്ദം കേൾപ്പിക്കാൻ പിശാച് മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കി ആരാധന ദൈവം പ്രവർത്തിക്കുന്ന പോലെ കർത്താവെ ഒരു അടയാളം ഇരിക്കണം. എത്ര പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങളെ അത്യാവശ്യമായിട്ട് അടയാളം ഇരിക്കണം, നിങ്ങളുടെ ജോലിക്കാർക്ക് അടയാളം ഇരിക്കണം. എന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒത്തിരി ആണ് ദൈവം പറയുന്നത്. എനിക്കൊരു അടയാളം ഞങ്ങളുടെ ഭവനക്കാർ സത്യം അനേകരുണ്ട്. അവരൊന്നും ഇന്നലെ ആരെയും വന്നിട്ടില്ല, അവർക്ക് സത്യം അറിയാം. ഇവർ പോലും വരാൻ നിൽക്കാതിരിക്കുന്നു. അവർ തിരിഞ്ഞു വരുവാൻ ഒരടയാളം കഴിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ സർവകാശ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, അത് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണം എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഡോക്ടർമാർക്ക് എല്ലാവരും കാണെ വീരപ്പുറത്ത് അടയാളം എനിക്ക് ലഭിക്കണേ. മുമ്പിലൊരു ചോടു വയ്ക്കാം മാത്രം കാണുന്നു ഞാൻ, മുൻപിലൊരു ചോടു വയ്ക്കാം മാത്രം കാണുന്നു ഞാൻ, ആയാതോ മതിയേക്ക് ശേഷമെല്ലാം ദീവാഗീതം, ആയാതോ മതിക്ക് ശേഷമെല്ലാം ദീവാഗീതം, അടുത്ത ചോടറിയാവേ ഇരിപ്പാലെന്താരോ ഗ്രഹം അടുത്തയോ അറിയാതെ, ഇരിപ്പാലെന്താരോ ഗ്രഹം താനിച്ചെന്നെ നടത്താതെ, വാലതുകൈ വിളിക്കുന്നു താനിച്ചെന്നെ നടത്താതെ, വാലതുകൈ എന്റെ ഭാവിയെല്ലാം എന്റെ ദൈവമാറിയുന്നു എന്ന്, എന്റെ ഭാവിയെല്ലാം എന്റെ ദൈവമാറിയുന്നു എന്ന് പൂർണ്ണ സമാധാനത്തോടെ നാൾ മുഴുവൻ പാടിയിടും.